AK ഷാനിബ് ചേരുന്നുണ്ട്. ഷാനിബ്, ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് വരുന്നു. ഇന്നിപ്പോൾ സഭയിലെത്തി, സഭയിൽ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല, അത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിലുള്ള ഭിന്നാഭിപ്രായം, പ്രതിപക്ഷ നേതാവിനെതിരെ തിരിഞ്ഞതുപോലെയുള്ള പ്രതികരണം, ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് പാലക്കാട്ടേക്ക് കൂടി എത്തും എന്ന് പറയുന്നത്. വലിയ പ്രതിഷേധത്തിലേക്ക് DYFI കടക്കും, BJP കടക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഏത് തരത്തിൽ പ്രതിഷേധം ഉയർത്തിയാലാണ് രാഹുൽ വരാതിരിക്കുക? വന്നാൽ തന്നെ എങ്ങനെ പ്രതിഷേധിക്കും CPM? കോൺഗ്രസ് പാർട്ടിക്കും യൂത്ത് കോൺഗ്രസിനും ഒന്നും വേണ്ടാത്ത ഒരാളെ പാലക്കാടിന് മേൽ കെട്ടിവെച്ചാൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാവും. അത് DYFI നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ അവർക്ക് ഉളുപ്പില്ല എങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ജനങ്ങൾ ചോദിക്കുന്നത്. അതായത് പാർട്ടിക്ക് വേണ്ട എന്നുള്ള കൃത്യമായ ബോധ്യത്തിന്റെ പുറത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് എന്ന് VD സതീശൻ പ്രതിപക്ഷ നേതാവ് പറയുന്നു. അത്രയും ബോധ്യത്തിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്തത് എന്ന് അവർ പറയുന്നു. എന്നിട്ട് അയാളെ സർവതന്ത്ര സ്വതന്ത്രനായിട്ട് പിന്നെ അയാളുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. അയാളെ നിയന്ത്രിക്കേണ്ടതും അയാളെ മാറ്റി നിർത്തേണ്ടതും MLA സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കേണ്ടതുമൊക്കെ കോൺഗ്രസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് കോൺഗ്രസ് ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് പ്രതിഷേധിക്കേണ്ടതെന്ന് ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാവും. ആ ജനങ്ങളുടെ പ്രതിഷേധം DYFI രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ശരി, പാലക്കാട്ടെ കാര്യം അങ്ങനെയാണ്. ഇനിയിപ്പോൾ നാളെ സഭയിലെത്തിയാൽ സഭയിൽ എങ്ങനെയായിരിക്കും? ഭരണപക്ഷം പ്രത്യക്ഷത്തിൽ ഒരു പ്രതിഷേധത്തിന് ഇല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് വിമർശനങ്ങൾക്ക് സാധ്യതയുണ്ടോ? ഇല്ലെങ്കിൽ ഗാലറിയിൽ ഇരുന്നാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയാണോ ഭരണപക്ഷം? അല്ല, അത് കഴിഞ്ഞ ദിവസം തന്നെ എനിക്ക് തോന്നുന്നു LDF അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ അയാളെ തടയാനുള്ള ഒരു തീരുമാനം പിന്നെ LDF എടുത്തതായിട്ടൊന്നും ഇതുവരെ വാർത്തകൾ വന്നിട്ടില്ല. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം, അതായത് ഇവർ പറയുന്നത് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് പറയപ്പെടുന്ന ഒരാളെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് അയാളുടെ സഹായത്തോടു കൂടി സഭയിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ശക്തമായ പ്രതിഷേധം എന്തായാലും സഭയിലുണ്ടാകും. അല്ലാതെ അയാളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടയുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു സമര പരിപാടി DYFIയോ അല്ലെങ്കിൽ LDFോ ഇതുവരെ തീരുമാനമെടുത്തതായിട്ടുള്ള തീരുമാനങ്ങളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. ബാക്കി കാര്യങ്ങൾ അടുത്ത മണിക്കൂറിൽ അതിന്റെ തീരുമാനങ്ങൾ ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ്, പാലക്കാട്ടെ ജനങ്ങളോട് എന്തെല്ലാം ഉറപ്പ് കൊടുത്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ ഇയാളെ അവിടെ മത്സരിപ്പിച്ചതും MLA ആക്കിയതും. ആ വാഗ്ദാനങ്ങളെല്ലാം ഒരിക്കലും അപമാനത്തോടുകൂടി നിൽക്കേണ്ടി വരില്ല എന്റെ പേരിൽ എന്ന് പറഞ്ഞ് മത്സരിച്ച അയാളുടെ പേരിൽ ഇന്ന് പാലക്കാട് ഏറെ അപമാനം നേരിടുകയാണ്. അയാളെ വീണ്ടും ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഞങ്ങൾ പുറത്താക്കിയല്ലോ, അയാളുടെ ഇഷ്ടത്തിന് വരുന്നതാണ് എന്ന മട്ടിലൊക്കെ പറയുമ്പോൾ ജനങ്ങൾ ഈ നാടകങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ പ്രതിപക്ഷ നേതാവ് ശക്തമായി എതിർത്തിട്ടും ഒരാൾ സഭയിൽ വന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയില്ല. ഇതൊക്കെ അവരുടെ നാടകമാണ്. ഇത് നമ്മളെ പറയാറില്ലേ, പൈലിംഗ് നടത്തി നോക്കുകയാണ്, എങ്ങനെയാണ് പ്രതിഷേധം ഉണ്ടാവുമോ എന്നൊരു പൈലിംഗ് നടത്തി നോക്കുകയാണ്. അത് ശക്തമായ പ്രതിഷേധം വരുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രതിപക്ഷത്തിന് ഈ കാര്യങ്ങളിലൊക്കെ മറുപടി പറയേണ്ടി വരും. അയാളെ തടയുക എന്നൊരു തീരുമാനത്തിലേക്ക് ഇതുവരെ പോയിട്ടില്ല. പക്ഷെ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാകും. ആ ചോദ്യങ്ങൾക്കൊക്കെ കോൺഗ്രസ് മറുപടി പറയേണ്ടി വരും.